മാർക്കോ. അയ്യോ ദാരിദ്ര്യം. ഉണ്ണി മുകുന്ദന്റെ മാർക്കോ. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞോണ്ട് എന്തോന്നിന്റെ ടീസർ ഇറങ്ങിയിട്ട് നീ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ആക്ച്വലി പോസ്റ്റ് മാർക്കോന്റെ ഇറങ്ങിയ സമയത്ത് ഒരു പോസ്റ്റിന്റെ ഇടയിലൊന്നും പറയാനില്ല. പക്ഷെ ടീസർ എന്റെ മോനെ എനിക്ക് ഇത്രത്തോളം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണല്ലോ എന്താന്നുള്ളത്. ഞാൻ ഒരു കാര്യം പറയാം, കുറച്ചൊക്കെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദാറ്റ്സ് ഫൈൻ, ബട്ട് സിനിമയാണ്, നല്ല വർക്കാണെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതും പറയും. ഓക്കെ, സോ നമുക്ക് മാർക്കോ നോക്കാം. വോ, ഇംപ്രസീവ് സീൻ തന്നെ, തുടക്കത്തെ സീൻ തന്നെ. ഇപ്പോഴും ഇത് മറ്റേ മരം മുറിക്കുന്ന സാധനം കയ്യില്. ഇതിന്റെ പേരെന്താ, ചെയിൻസോ എന്തോ അല്ലേ? ഈ മനുഷ്യന്റെ ബോഡി ഇത്രയും ഡെഡിക്കേഷന്റെ ബോഡി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാണുന്ന ഒരു മോട്ടിവേഷൻ ആണ്. ഇതൊന്നും പറയാലോ ടോണി ഇതിന്റെ ബോഡി. Many months later. You are dealing with the wrong person. മഞ്ഞ തൊട്ടാലും മീനെ തൊട്ടാലും കടിച്ച് ഞാൻ പറയും. അല്ല ഓടും, കാരണം മാർക്കോന് നോർത്തിലാണെങ്കിലും എനിക്ക് ഒന്ന് തമിഴ് ബെൽറ്റിൽ മാത്രം ചിലപ്പോൾ ഒരു തിരിച്ചടി വരാൻ ചാൻസ് ഉണ്ട്. കാരണം അജിത്തിന്റെ സിനിമ വരുന്നുണ്ട്, ചിലപ്പോൾ ഒരു ക്ലാഷ് വരാൻ ചാൻസ് ഉണ്ട്. അല്ലാത്ത പക്ഷം എല്ലാ മാർക്കറ്റിലും ഓടാനുള്ള ഒരു എസെൻസ് ഉണ്ട്. എസ്പെഷ്യലി ഇതിന്റെ ഡബ്, ഹിന്ദി ഡബ് ഞാൻ കേട്ട സമയത്ത് ഹിന്ദി ഡബിന് മലയാളത്തിനേക്കാൾ പവർ കൂടുതൽ, വേറൊരു തരം സ്വാഗ് ഉണ്ട് അതിനകത്ത്. അതിപ്പോ ഈ പുഷ്പ ലാംഗ്വേജ് മാറ്റി ഹിന്ദി ആ ബെൽറ്റിൽ കയറിയ പോലെ ഈ സാധനം കയറാനുള്ള എല്ലാ ചാൻസും, എല്ലാ കയറാൻ ചാൻസാ കയറി. ഇതിലൊന്നും ഒരു ഇൻസിഡന്റ് ആണ് Kerala. I won't take the names. So there was one particular reviewer who was targeting a specific star for a long time. Then the star called him. பிரச்சனை என்னடா சார், உங்க பத்தி சொன்னாதான் அரி வாங்க முடியும். Okay, படிக்கும். So this really happened. And പ്രിയ ഞാൻ ചിന്തലായിരുന്നു. അതൊന്നുമില്ല, പറഞ്ഞു പറയൂ. ഞങ്ങൾ മാളികപ്പുറത്തിന്റെ 3 വീഡിയോസ് ഇട്ടിട്ടല്ലേ? 1, 2, 3 yes, 3 വീഡിയോ. ആദ്യത്തെ വിട്ടു, ഓക്കെ. സെക്കൻഡ് വിട്ടു. എന്തെങ്കിലും പേഴ്സണൽ ആയെങ്കിലും കുഴപ്പമില്ല? ഒരു പ്രശ്നമില്ല ബ്രോ. കാരണം ബ്രോ എന്റെ മറ്റേ ബ്രോ ഇതിന്റെ മുമ്പത്തെ സിനിമ മേപ്പടിയാൻ, അതിന് ഞാൻ 4 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് ഒരുപാട് പേര് അത് ഇങ്ങനെ ഒരുപാട് ആ സേവാഭാരതിന്റെ ആംബുലൻസ് ഉപയോഗിച്ചു എന്ന് ഡിഗ്രേഡ് ചെയ്തു. ഹലോ, ആ ടൈമിൽ 4 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റണേ ആ ടൈമിലോ? ആ ടൈമിൽ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതർവൈസ് നത്തിങ്, ഐ ഹാവ് നത്തിങ് ഇൻ പേഴ്സണൽ. ലൈക്ക് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, ഈ സിനിമ കാണുന്നില്ല, അല്ലാതെ എനിക്ക് നിങ്ങൾ ഒരു തരത്തിലും പേഴ്സണലി അറിയില്ലല്ലോ. ഇപ്പൊ ഉണ്ണിമുന്നേനായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ? എനിക്ക് അതിന്റെ കോണ്ടാക്ട് പോലും ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എന്റെ വീട്ടുകാരെ തെറി വിളിച്ചു എന്നുള്ള ഫാക്ട് എന്റെ മനസ്സിൽ കിടക്കും. പക്ഷെ അതൊന്നും ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമേന്റെ കാര്യത്തിൽ എടുക്കൂല. അതൊക്കെ പേഴ്സണൽ തിങ്സ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു പേഴ്സണൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും എന്നല്ലാതെ ചിലപ്പോൾ അയാളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മാറിപ്പോവും, അങ്ങനെയൊക്കെ. അല്ലാതെ അയാൾ ചെയ്തൊരു പ്രൊഡക്റ്റോ അയാളുടെ ഹാർഡ് വർക്കിനോ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, അതിൽ ചെയ്യില്ല. അല്ല, ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് സോർട്ട് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചല്ല, ഒരു കോംപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുത്തു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കാരണം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. അതില്ല, ഞാൻ എന്നെ മാറ്റി വിളിച്ചു കൊണ്ടുപോയിട്ട് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞേ അനക്ക് തന്നെ മനസ്സിൽ കിടക്കുക. ഇനി എപ്പോഴാണെന്നുണ്ടെങ്കിൽ അനക്ക് എന്നോടൊരു ദേഷ്യം ഉണ്ടാവുക, ഹോണസ്റ്റ് ആയിട്ട് പറ, ദേഷ്യം ഉണ്ടാവൂല്ലേ? ആ ഒരു അത്രേ ഉള്ളൂ. ആ ഒരു സാധനം നമുക്ക് കിടക്കും. നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം ഉണ്ടാവും. അല്ലാതെ അത് വിചാരിച്ചിട്ട് നാളെ പോയി ഇന്നെ കിട്ടിയപ്പോ ഞാൻ എന്നെ പറഞ്ഞതിന് ശേഷം ഈ നേരെ കൊണ്ടുവന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാനല്ലേ പറഞ്ഞേ. ഈ എന്നെ തൊഴിൽ ചെയ്യുന്നുണ്ടോ? ഞാൻ എന്റെ തൊഴിൽ ചെയ്യുന്നു, അയാളെ തൊഴിൽ ചെയ്യുന്നു. പേഴ്സണലി നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ.